Once again, good morning all of you. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ 2 സ്റ്റെപ്പ് ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, 2 ക്ലാസ്സുകളിലായിട്ട്. അതിൽ മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ 4 സ്റ്റെപ്പുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിൽ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻസ്. നമുക്കറിയാം ഇതിനു മുമ്പ് 2 സ്റ്റെപ്പുകളിൽ ഒന്നാമത്തേതായിട്ട് നമ്മൾ ചെയ്തതിൽ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരുന്നു. രണ്ടാമത്തതിൽ നോൺ കറണ്ട് ഐറ്റംസിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നമ്മൾ കണ്ടെത്തി ഇന്നലെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത്. ഇന്ന് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ, ദാറ്റ് മീൻസ് ബിസിനസ്സിൻ്റെ മെയിനായിട്ടുള്ള ഇൻകം വരുന്നത് സെയിലിലൂടെയാണ്. അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എത്രത്തോളം എന്നുള്ളത് കണക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? ട്രേഡിംഗ് പ്രോഫിറ്റ് ഓർ പ്രോഫിറ്റ് from operation is an important source of fund. It is the fund generated from business operation. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏതൊരു ബിസിനസ്സിൻ്റെയും മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട്, ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പണം അവർക്ക് ലഭിക്കുന്നത് മുഖ്യമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് പ്രോഫിറ്റ് ലഭിക്കുന്നത്. അത് ഗ്രോസ് പ്രോഫിറ്റ് ആയിക്കോട്ടെ, നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കോട്ടെ. എത്രത്തോളം നല്ല രീതിയിൽ ബിസിനസ് പ്രവർത്തിക്കുന്നുണ്ടോ അത്രത്തോളം ബിസിനസ്സിന് വരുമാനം ലഭിക്കും സെയിലിലൂടെ. ആ ട്രേഡിംഗ് പ്രോഫിറ്റ് ഓർ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ട്. ഫണ്ട് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ ഫണ്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്ത്, ഈ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും. ദെൻ ഇനി ഇറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫണ്ട്. ഇതെന്താണ്? ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്. മറ്റൊന്ന് ഇതുവരെ പറഞ്ഞിരുന്നതിൽ ഔട്ട്സൈഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതും വന്നിരുന്നു. ഇവിടെ എന്താ വെച്ചാൽ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്, ഇൻറ്റേർണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു വരുമാന മാർഗം. ദെൻ ഈ ഒരു ഓപ്പറേറ്റിംഗ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ എന്നുള്ളതിൽ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സെയിൽസ് ആർ ദി മെയിൻ സോഴ്സ് ഓഫ് ഇൻഫ്ലോ ഓഫ് ഫണ്ട്. ഇൻഫ്ലോ, ദാറ്റ് മീൻസ് നമുക്ക് ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നത് സെയിൽസിലൂടെയാണ്, അല്ലേ? അതാണ് അവിടെ പറഞ്ഞത്. സെയിൽസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫ്ലോ ഓഫ് ഫണ്ട്. ദെൻ അറ്റ് ദ സെയിം ടൈം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഓൾ അതർ എക്സ്പെൻസസ് ആർ ദി ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. ഈ ഒരു സെയിൽസിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുമ്പോൾ സെയിൽസ് നടക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ നടത്തണം. ആ ഒരു പ്രൊഡക്ഷനുമായിട്ട് വന്നിട്ടുള്ള കോസ്റ്റ്, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണ്? ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടാണ്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളും ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ആണ്. ദെൻ ദ നെറ്റ് എഫക്റ്റ് ഓഫ് ഓപ്പറേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും, അതായത് സെയിൽസും അതിനാനുപാതികമായിട്ടുള്ള കോസ്റ്റും എക്സ്പെൻസുകളും, അതിൽ നിന്ന് ലഭിക്കുന്ന നെറ്റ് മീൻസ് വരവിൽ നിന്ന് ചിലവ് കുറച്ചിട്ടുള്ള എമൗണ്ട്. ദ നെറ്റ് എഫക്റ്റ് ഓഫ് ഓപ്പറേഷൻ, ദാറ്റ് ഈസ് പ്രോഫിറ്റ്, ഈസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. പ്രോഫിറ്റ് ആണ് എങ്കിൽ നമ്മളതിനെ സോഴ്സ് ഓഫ് ഫണ്ട് എന്നാണ്. ദെൻ ഇഫ് ദ നെറ്റ് റിസൾട്ട് ഈസ് ലോസ്. ഇനി ഈ നെറ്റ് റിസൾട്ട് അഥവാ നമ്മുടെ വരുമാനത്തിൽ നിന്ന് ചിലവ് കുറയ്ക്കുമ്പോൾ നമുക്ക് മൈനസ് ഫിഗറാണ് ലഭിക്കുന്നതെങ്കിൽ, ദാറ്റ് ലോസ് ആണ് എങ്കിൽ ഇറ്റ് വിൽ ബി ആൻ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. അത് ഫണ്ടിൻ്റെ ഔട്ട്ഫ്ലോ ആയിട്ടുമാണ് പരിഗണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളതിൻ്റെ മേഖലയിൽ നമ്മൾ ബേസിക്കായിട്ട് പഠിക്കേണ്ടത്. ഇനി ഈ ഒരു ഫണ്ട് ഫ്രം ഓപ്പറേഷൻ തന്നെ നമുക്ക് 2 രീതിയിൽ കാണാൻ സാധിക്കും. അതാണ് അടുത്ത് നൽകിയിട്ടുള്ളത്. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 2 രീതികൾ ഉപയോഗിക്കാം. ഫസ്റ്റ് വണ്ണാണ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്. അതായത് നമ്മളെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചില ഐറ്റംസ് നമുക്ക് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആയിരിക്കും, ചിലത് ഉപയോഗിക്കാൻ പറ്റാത്തതുമായിരിക്കും, ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പാടില്ലാത്തതായിരിക്കും.
ആ ഒരു സാഹചര്യത്തിൽ ചില എമൗണ്ട് ആഡ് ചെയ്യുക, ചിലത് മൈനസ് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ള ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും മനസ്സിലാക്കാനും സാധിക്കും. പല കേസിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഈ ഒരു ഓപ്പറേഷൻ പ്രോഫിറ്റും തമ്മിലുള്ള ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ രണ്ടും ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. കാരണം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാത്ത പലതും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചേഞ്ചസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടും തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ ഫണ്ട് ഫ്ലോ, ഔട്ട്ഫ്ലോ ഓർ ഇൻഫ്ലോ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് മെത്തേഡ്. ഒന്ന് പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായിരുന്നു, രണ്ടാമത്തത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് രൂപത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഏതായാലും ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മെത്തേഡ് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഫസ്റ്റ്, അണ്ടർ ദിസ് മെത്തേഡ് പ്രിപ്പയറിംഗ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ടു കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട്, ദാറ്റ് മീൻസ് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ എന്താണെങ്കിലും ഫണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ദെൻ അതിൽ കാൽക്കുലേഷൻ ബിഗിൻസ് ഫ്രം നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ കറണ്ട് ഇയർ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ആദ്യം എഴുതുന്നത് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി കറണ്ട് ഇയർ. ഈ ഒരു വർഷത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള കറണ്ട് ഇയർ ഏറ്റവും ടോപ്പിൽ എഴുതും. എന്നിട്ടോ പിന്നീട് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് ആൾ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അതായത് ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് പ്രോബ്ലത്തിൽ നൽകിയിട്ടുണ്ടാവും. അതിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് അഥവാ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ എന്ത് ചെയ്യുക, ആർ ആഡഡ് ബാക്ക് ടു നെറ്റ് പ്രോഫിറ്റ്. എന്നിട്ട് നമ്മൾ മുകളിൽ എഴുതിയ നെറ്റ് പ്രോഫിറ്റിലേക്ക് ഈ എമൗണ്ടുകൾ ആഡ് ചെയ്യുക. ദെൻ പിന്നീടോ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്, അതായത് ക്രെഡിറ്റ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളവ, അതായത് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്, അവയെല്ലാം എന്ത് ചെയ്യാം, ഡിഡക്റ്റഡ്. ഈ പറയപ്പെട്ട നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ആഡ് ചെയ്തു. ദെൻ അതിൽ നിന്ന് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എമൗണ്ട് ലഭിക്കും. ആ എമൗണ്ടാണ് ദ റിസൾട്ടൻ്റ് എമൗണ്ട് ഈസ് ദ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ആ ഒരു റിസൾട്ടായിട്ട് ലഭിക്കുന്ന ആ ഒരു എമൗണ്ടാണ് എന്ത്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അത്തരത്തിലാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഈ ഒരു കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ ഇത്തരത്തിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു രൂപം കാണിച്ചു തരാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ ഇന്ന് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റാണ് വരക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പർട്ടിക്കുലർ അതുപോലെ തന്നെ ഒരു എമൗണ്ട് കോളം ഉണ്ട്. എമൗണ്ട് കോളം നമ്മൾ പ്രോബ്ലം ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലത്തിൽ നൽകിയിട്ടുള്ള ആൻസർ എമൗണ്ട് അവിടെ എഴുതാനുള്ളതാണ്. ദെൻ ഐറ്റംസ് ശ്രദ്ധിക്കുക. ഈ പറയപ്പെടുന്ന ഐറ്റംസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, പുറമേ നിന്നൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഇതങ്ങോട്ട് പഠിച്ചു വെക്കുകയാണ് ഏറ്റവും സിമ്പിൾ. പഠിച്ചു വെക്കാൻ സിമ്പിളായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ കറണ്ട് ഇയർ, നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നൽകുകയാണെങ്കിൽ അതിൽ നെറ്റ് പ്രോഫിറ്റ് എത്ര എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതെന്ത് ചെയ്യും, അറ്റ് ടോപ്പിൽ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ കറണ്ട് ഇയർ എഴുതും. ദെൻ അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസാണ് ചുവടെ നൽകിയത്. ഓൾ നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഒരുപാട് എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്യാറുണ്ട് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറിയൂലേ? സാധാരണ നമ്മൾ എഴുതുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെ ആ ഒരു അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസാണ് ചുവടെ നൽകിയിട്ടുള്ളത്. എന്ത്, ഡിപ്രീസിയേഷൻ. അതെന്ത് ചെയ്യണം, അത് നമ്മൾ ഈ നെറ്റ് പ്രോഫിറ്റിലേക്ക് തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, ഇതൊരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. എവിടെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത എമൗണ്ട് ആയിരിക്കും. അതെന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ചെയ്യണം. ദെൻ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് എന്നുള്ളൊരു ഐറ്റം അതിലുണ്ടെങ്കിൽ അതും തിരിച്ച് ആഡ് ചെയ്യണം. ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് റിട്ടേൺ ഓഫ്, ഇങ്ങനെ ഒരു ഐറ്റംസ് അതിൽ വരികയാണെങ്കിൽ അതും തിരിച്ച്
ഈ നെറ്റ് പ്രോഫിറ്റിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ദെൻ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഈ പറയപ്പെട്ട ഐറ്റംസ് എല്ലാം എന്താണ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് എമൗണ്ട് ആയിട്ട് കാണിക്കുന്നതാണ്. അവ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ദെൻ ഇൻ്ററിം ഡിവിഡൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതും തിരിച്ച് ആഡ് ചെയ്യണം. പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്, അതുപോലെ ട്രാൻസ്ഫർ ടു റിസർവ് തുടങ്ങിയവ എല്ലാം നെറ്റ് പ്രോഫിറ്റിലേക്ക് തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഐറ്റംസാണ്. അങ്ങനെ നമുക്ക് അവിടെ ഒരു ടോട്ടൽ എമൗണ്ട് ലഭിക്കും. ഇനി അതിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യാനുള്ളതാണ്, കുറക്കാനുള്ളതാണ് എന്ത്, നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആണ്. ശ്രദ്ധിക്കണേ, നേരത്തെ പറഞ്ഞത് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ആണ്. അത് അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു ഐറ്റംസ് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, അർത്ഥം മനസ്സിലാക്കിയാൽ മതി. എന്താണ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻസസ്? നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വന്നതല്ലാത്ത ചില എക്സ്പെൻസുകൾ, അതാണെന്ത് നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻസസ്. അതെല്ലാം തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? കാരണം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനത്തിലുള്ള പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റിൽ നിന്ന് ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ് നമ്മൾ കാണുന്നത്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, അപ്പോൾ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസുകളെ അതിൽ കൂട്ടാൻ പാടുള്ളൂ. ഓപ്പറേഷൻ്റെ ഭാഗമല്ലാത്ത എക്സ്പെൻസുകൾ എന്ത് ചെയ്യണം, അതിലേക്ക് തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. ബാക്കിയുള്ള എമൗണ്ടേ അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പാടുള്ളൂ. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് കുറക്കുന്നത്, അതായത് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്, അഥവാ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ട് കാണിക്കും. നമ്മുടെ ഇൻകംസ് എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സെയിൽസ് നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നതാണ്. എവിടെയാണ് നമ്മൾ കാണിക്കാറ്? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കാറ് അല്ലേ? അതുപോലെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണെങ്കിൽ നമുക്ക് ഇൻകം ലഭിക്കുന്നുണ്ട് അല്ലേ? ഇൻകംസ് ലഭിക്കുന്നുണ്ട്. അത് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഇൻകമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓപ്പറേഷൻ്റെ ഭാഗമല്ലാത്ത ഇൻകവും ഈ നെറ്റ് പ്രോഫിറ്റിൽ അടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കണം. അതാണ് ഇവിടെ നൽകിയത്. ലെസ് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിൽ വരുന്ന ഐറ്റംസ് ആണ് ഫസ്റ്റ് വൺ ഡിവിഡൻഡ് റിസീവ്ഡ്. നമുക്കറിയാം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനിയിലൊരു ഷെയറിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ട് നമുക്ക് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ലഭിക്കും. അത് ഡിവിഡൻഡ് എന്ന് പറയും. ഈ ഒരു ഡിവിഡൻഡ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണോ, നമ്മുടെ കമ്പനിയിൽ ഒരു കച്ചവടം നടത്തിയിട്ട് കിട്ടിയതാണോ, സെയിൽസ് നടത്തിയിട്ട് കിട്ടിയതാണോ? അല്ല, അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് അത് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അതെന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവിഡൻറ്റിൻ്റെ അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് ലഭിച്ച ഇൻട്രസ്റ്റും ഓപ്പറേഷൻ്റെ ഭാഗമല്ല, അത് മൈനസ് ചെയ്ത് കാണിക്കണം. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് സെയിൽ നടത്തിയപ്പോൾ ലഭിച്ച പ്രോഫിറ്റ് അത് നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ലഭിച്ചതല്ല. അത് നമുക്ക് ഈ ഒരു ഇവിടെ ഫിക്സ്ഡ് അസറ്റ് വിൽപ്പന നടത്തുന്ന ഒരു കമ്പനിയല്ല, നമ്മൾ സാധാരണ ഒരു കമ്പനിയാണ്. അസറ്റാണ് ഇവിടെ റെഗുലറായിട്ട് സെയിൽ നടത്തുന്നതെങ്കിൽ അത് നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടെന്ന് നമ്മൾ പറയും. പക്ഷേ ഫിക്സ്ഡ് അസറ്റ് സെയിൽ നടത്തുക എന്ന് പറഞ്ഞാൽ അത് റെഗുലറായിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ല, അത് നമ്മൾ എന്തെങ്കിലും ഒരു ഒക്കേഷണലി ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് ഓപ്പറേഷൻ്റെ ഭാഗമല്ല. അതിൽ നിന്ന് വല്ല വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് കാണിക്കണം. ദെൻ പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഓൺ അസറ്റ് റിവാലുവേഷൻ ചെയ്യുന്നതിലൂടെ ലഭിച്ച പ്രോഫിറ്റ് ഓപ്പറേഷൻ്റെ ഭാഗമല്ല, അത് മൈനസ് ചെയ്ത് കാണിക്കണം. ദെൻ മറ്റൊന്ന് റെൻറ്റ് റെസീവ്ഡ്. റെൻറ്റ് അഥവാ എന്തെങ്കിലുമൊക്കെ വാടക കൊടുത്തിട്ട് റൂമോ മറ്റെന്തോ റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഓപ്പറേഷൻ്റെ ഭാഗമല്ല. ഓപ്പറേഷൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയിട്ട് അത് വിൽപ്പന നടത്തിയിട്ട് ലഭിക്കുന്ന എമൗണ്ടാണ് എന്ത് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഇൻകമാണ്. അതെല്ലാം നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ചാൽ മാത്രമേ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് എത്ര കിട്ടിയെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ദെൻ അടുത്തതാണ് എക്സസ് പ്രൊവിഷൻ റിട്ടേൺ ഓഫ്. എക്സസ് ആയിട്ടുള്ള പ്രൊവിഷൻ റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ദെൻ പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ, അതിൽ നിന്ന് വല്ല പ്രീമിയം ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, മൈനസ് ചെയ്തിട്ട് കാണിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യം ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്തായിരുന്നു, നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ആഡ് ചെയ്യേണ്ടതാണ്. ഡിപ്രീസിയേഷന്, ഗുഡ് വില്ല് പോലെയുള്ളവ. ദെൻ അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റീവ് ഇൻകംസ് ആണ്. ഒന്ന് എക്സ്പെൻസ് ആയിരുന്നു. ദെൻ
ലെസ് ചെയ്യേണ്ടത് ഇൻകംസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ അത് രണ്ടും ചെയ്യുന്ന സമയത്ത് അറ്റ് ലാസ്റ്റ് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറക്കുന്ന സമയത്ത് നമുക്കൊരു എമൗണ്ട് ലഭിക്കും. അതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ നിന്ന് ലഭിച്ച ഫണ്ട്. അത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവാം. പോസിറ്റീവ് ആണെങ്കിൽ അത് നമുക്ക് എന്താണ് പ്രോഫിറ്റ് തന്നെയാണ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് എന്നുള്ളതും മനസ്സിലാക്കി വെക്കാം. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇനി ചെറിയൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും. ആ എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡും കൂടെ ഒന്ന് നോക്കാം. കാരണം രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ്, മറ്റൊന്ന് എന്താണ് അക്കൗണ്ട് രൂപത്തിലാണ് എന്നുള്ള വ്യത്യാസമാണ് ഉള്ളത്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ്. അവിടെ നോട്ട് ശ്രദ്ധിക്കുക. അണ്ടർ ദിസ് മെത്തേഡ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ പ്രിപ്പയറിംഗ് ആൻ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എത്രയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആർ ക്രെഡിറ്റഡ് ഇൻ ദി അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അഥവാ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആർ ക്രെഡിറ്റഡ് ഇൻ ദ adjusted profit and loss account. Then non-fund and non-operating expenses and closing balance of profit are debited in the adjusted profit and loss account. The balancing figure represented profit from operation. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ചില ഐറ്റംസ് എന്ത് ചെയ്യും ഡെബിറ്റ് ചെയ്തിട്ട് കാണിക്കും, ചില ഐറ്റംസ് എന്ത് ചെയ്യും ക്രെഡിറ്റ് ചെയ്തിട്ടും കാണിക്കും. അതിൻ്റെ ബാലൻസിങ് ഫിഗർ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരിക്കും. ചില സമയത്ത് ഫണ്ട് ലോസ് ആയിരിക്കാം. ഏതായാലും ഇവ രണ്ടും നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ്. അതിൻ്റെ രൂപം അഥവാ ഒരു ഫോർമാറ്റ് കാണിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഫോർമാറ്റ് ഇതാണ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഒരു സൈഡിൽ എന്താണ് ഡെബിറ്റ് സൈഡും മറ്റൊരു സൈഡിൽ ക്രെഡിറ്റ് സൈഡും. എല്ലാവർക്കും അറിയാം അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. അതിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ നൽകിയതുപോലെ തന്നെ എന്താണ് ഡിപ്രീസിയേഷൻ ഉണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ട്, ഗുഡ് വില്ല് പാറ്റൻറ്റ് എക്സെട്ര റിട്ടേൺ ഓഫ് ഉണ്ട്. ദെൻ പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ ആൻഡ് ഡിബെഞ്ചേഴ്സ്, ദെൻ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ ചെയ്തതിന് മുമ്പ് കഴിഞ്ഞ അക്കൗണ്ട്സ് ചെയ്ത സമയത്ത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ അവിടെ പറഞ്ഞിരുന്നു നമ്മൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇത് ഉപയോഗിക്കുമെന്ന്. ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ വലിയ ശ്രദ്ധ കൊടുക്കേണ്ട, അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. അതാണ് എന്ത് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് സെയിൽ നടത്തുന്ന സമയത്ത് വല്ല ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും, ദെൻ ട്രാൻസ്ഫർ ടു റിസർവ്, ദെൻ ക്ലോസിംഗ് ബാലൻസ്. ഇത്ര ഐറ്റംസാണ് ഡെബിറ്റ് സൈഡിലുള്ളത്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് ശ്രദ്ധിക്കണേ. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ്, ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിലായിരുന്നു. ഇൻ കേസ് ചില സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്, അതായത് ഫേവറബിൾ കണ്ടീഷൻ അല്ലാത്ത സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ദെൻ രണ്ടാമത്തത് ഡിവിഡൻഡ് റിസീവ്ഡ്, മൂന്നാമത്തത് ഇൻകം ഫ്രം സബ്സിഡിയറി, ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റും നേരത്തെ പറഞ്ഞ പോലെ ലോസ് പറഞ്ഞതുപോലെ തന്നെ ഫിക്സ്ഡ് അസറ്റ് സെയിൽ നടത്തിയ സമയത്ത് വല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ ഇൻകം ടാക്സ് റിട്ടേൺ ബാക്ക്, റെൻറ്റ് റിസീവ്ഡ്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ദെൻ ബാലൻസിങ് ഫിഗർ. ഈ ഒരു ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് സാധാരണഗതിയിൽ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ ലഭിക്കുക. ഇൻ കേസ് ഡെബിറ്റ് സൈഡിൽ ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരിക്കില്ല, ലോസ് ആയിരിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതാണ് ആ രണ്ട് ഫോർമാറ്റുകൾ, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലും അതുപോലെ തന്നെ അക്കൗണ്ട് രൂപത്തിലുള്ള ഫോർമാറ്റ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ്. ഫ്രം ദ ഫോളോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ചുവടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നൽകിയിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിൽ സാലറീസ്, റെൻറ്റ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, പ്രൊവിഷൻ ഫോർ ടാക്സാക്ഷൻ, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, നെറ്റ് പ്രോഫിറ്റ് ടേക്കൺ ടു ബാലൻസ് ഷീറ്റ്, അതായത് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഇത്ര ഐറ്റംസ് ആണ് ഡെബിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്,
ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ഉണ്ട്, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ഈ ഐറ്റംസ് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ചതാണ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഇതെന്താണ് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കാനുള്ളതാണ്. കാരണം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. അത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കാറുണ്ട്. ഇനി ഈ ഒരു പ്രോബ്ലം നോക്കിയിട്ട് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാം. എങ്ങനെയാണ്? രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് രൂപത്തിലും ആൻസർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ സൈഡിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അതിൽ പറയപ്പെട്ട ഐറ്റംസ് മാത്രം ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ എടുത്താൽ മതി. അതാണ് ആദ്യം എന്ത് ചെയ്യാം, കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ള ഒരു ഹെഡിങ് ഒക്കെ നൽകിയിട്ട് എമൗണ്ട് കോളം നൽകുക. രണ്ട് എമൗണ്ട് കോളം കൊടുത്താലും ഒരു എമൗണ്ട് കോളം കൊടുത്താലും പ്രശ്നമില്ല. രണ്ടെണ്ണം കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ വർക്ക് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഏറ്റവും ടോപ്പിൽ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്ക് പ്രോബ്ലത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് നൽകിയിട്ടുണ്ട് അല്ലേ, അതെടുക്കുക. അത് ഏറ്റവും ടോപ്പിൽ എഴുതിയിട്ടുണ്ട് 44,400. അതാണ് നമ്മുടെ പ്രോബ്ലത്തിൽ നൽകിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ്. അത് അവിടെ എടുത്ത് എഴുതുക. ദെൻ ആഡ് ചെയ്യുക. എന്താ ആഡ് ചെയ്യാനുള്ളത്? നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഡെപ്റ്റ്സ്. നമ്മുടെ പ്രോബ്ലത്തിൽ നൽകിയിട്ടുണ്ട് ഒരുപാട് ഡെപ്റ്റ്സുകൾ. ഡിപ്രീസിയേഷന്, ഗുഡ് വില്ല് റിട്ടേൺ ഓഫ്, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് തുടങ്ങിയ ഐറ്റംസ് എല്ലാം എന്താണ്? നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് അല്ലേ. ഡെബിറ്റ് സൈഡിൽ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ഉണ്ട്, അതുപോലെ തന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, ദെൻ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് തുടങ്ങിയ ഐറ്റംസ് അവിടെ നമ്മുടെ പ്രോബ്ലത്തിലുണ്ട്. ഇനി അതിൻ്റെ ടോട്ടൽ ഇന്നർ കോളത്തിലായിരുന്നു നമ്മൾ ആ ഒരു എമൗണ്ട് എഴുതിയത്. അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് ഔട്ടർ കോളത്തിൽ എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നുള്ള ഒരു ഡിഫറൻസ്, ആ ഡിഫറൻസിൽ നിന്ന് ഇനി നമുക്ക് കുറയ്ക്കേണ്ട ഐറ്റംസ് ആണ് പറയുന്നത്. എന്താണ്? നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്, ക്രെഡിറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ചില ഐറ്റംസ് അഥവാ നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ക്രെഡിറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഇൻകം അല്ല. ഓക്കെ അല്ലേ? അതെന്ത് ചെയ്യണം? അതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ. ഇവിടെ നമ്മുടെ ഒരു ഫോർമാറ്റ് തന്ന സമയത്ത് ഡിവിഡൻഡ് റിസീവ്ഡ്, അതുപോലെ ഇൻട്രസ്റ്റ് പോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആ ഒരു ഓർഡറിൽ തന്നെ പോരണമെങ്കിൽ പോരാ. നമ്മുടെ പ്രോബ്ലത്തിൽ ഏതൊക്കെ നൽകിയിട്ടുണ്ടോ അത് മാത്രം എടുത്താൽ മതി. ഏതായാലും ഇവിടെ നമുക്ക് ആദ്യം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എടുക്കുക. നമ്മുടെ പ്രോബ്ലത്തിൽ നൽകിയിട്ടുണ്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ. ഓക്കെ, ഇവിടെ എമൗണ്ട് 7,250 എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് ലെസ് ചെയ്യാം. ദെൻ മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മേലിൽ എത്ര ഇൻട്രസ്റ്റ് ലഭിച്ചു എന്നുള്ളത് പ്രോബ്ലത്തിൽ നൽകിയിട്ടുണ്ട്. അത് രണ്ടും എന്തല്ല നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ലിങ്ക് അല്ല. അപ്പോൾ അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് കാണിക്കണം. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് ആണ് എന്ത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ള ഫണ്ട് എന്നുള്ളതാണ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ദെൻ നമ്മൾ ഇന്ന് രണ്ട് രീതികൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ രീതിയാണ് അക്കൗണ്ട് രൂപത്തിലുള്ളത്. അപ്പോൾ ഇതേ ഒരു എമൗണ്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷന് 73,300 എന്നുള്ള ആൻസർ നമുക്ക് ലഭിച്ചു. ഇനി ഇതേപോലെ തന്നെ അക്കൗണ്ട് രൂപത്തിലും ചെയ്യാവുന്നതാണ്. അതാണ് അടുത്ത് നൽകുന്നത്. ഈ ഒരു അതേ സെയിം ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. ആ പ്രോബ്ലം ഒരു അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എഴുതിയിട്ടുണ്ട്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ദെൻ നെറ്റ് പ്രോഫിറ്റ്. നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ള അതേപോലെ തന്നെയാണ്. നേരത്തെ ആഡ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റിലേക്കായിരുന്നു ആഡ് ചെയ്തത് എന്നുള്ളൊരു വ്യത്യാസം മാത്രം. ഇവിടെ എന്തായി? ഡെബിറ്റ് സൈഡിൽ ഈ പറയപ്പെട്ടിട്ടുള്ള ഐറ്റംസ് എല്ലാം അങ്ങ് ചേർത്തു. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ആഡ് ചെയ്ത ഐറ്റംസ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുള്ളൂ എന്നുള്ളത് അതിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ
ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എടുക്കും, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ലഭിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് നേരത്തെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ലഭിച്ച സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എങ്ങനെയായിരുന്നു? നമുക്കുള്ള വരുമാനത്തിൽ നിന്ന് ചിലവ് കുറച്ചപ്പോൾ. ഇവിടെ ഈ അക്കൗണ്ട് രൂപത്തിൽ ആവുമ്പോൾ എങ്ങനെ ലഭിക്കുക? ബാലൻസിങ് ഫിഗർ ആണ് എന്ത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അത് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ തന്നെയാണ്. ഡെബിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും? അവിടെ നമുക്കത്ര ലാഭം ഉണ്ടായിട്ടല്ല, നഷ്ടമായിട്ട് നമ്മൾ പരിഗണിക്കും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ രണ്ട് രീതി അതെല്ലാവരും പഠിച്ചു വെക്കുക. ചില സമയത്ത് നമ്മൾ അക്കൗണ്ട് രൂപത്തിലായിരിക്കും, മറ്റു ചില സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ ഇന്നത്തോടു കൂടി 3 സ്റ്റെപ്പ് അതിൽ ഡിസ്കസ് ചെയ്തു. ഇനി 4ാമത്തെ ലാസ്റ്റ് സ്റ്റെപ്പ് നാളെ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.